പാലം പണി പൂർത്തിയായിട്ട് 1.5 വർഷം കഴിയുന്നു. പക്ഷേ യാതൊരു ഉപകാരവും നാട്ടുകാർക്കുണ്ടാവുന്നില്ല. തിരുവനന്തപുരം ജില്ലയിലെ നെല്ലിക്കുഴിയിലാണ് നാട്ടുകാർക്ക് ദുരവസ്ഥ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്രോച്ച് റോഡിനായി സ്ഥലം കണ്ടെത്താത്തതാണ് അനിശ്ചിതത്വത്തിന് കാരണമെന്നാണ് പരാതി. ജില്ലയുടെ നഗരഭാഗത്ത് തന്നെയുള്ള നെല്ലിക്കുഴി എന്ന മനോഹരമായ പ്രദേശം, ഒരു ഭാഗത്തുകൂടി ഒഴുകുന്ന ആമേഴഞ്ചാൻ തോട്. ആമേഴഞ്ചാൻ തോടിന്റെ 2 പ്രദേശങ്ങളെയും ബന്ധിപ്പിക്കുന്ന പഴയ പാലമാണിത്. ഈ പാലത്തിന് വലിയ കാലപ്പഴക്കമുണ്ട്. അതിനുശേഷം പുതുതായി ഇവിടെ ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ട്. അതിന്റെ അവസ്ഥ ഒന്ന് കാണേണ്ടതാണ്. കടകംപള്ളി, അണമുഖം വാർഡുകളെ ബന്ധിപ്പിക്കുന്ന പാലമാണ് നെല്ലിക്കുഴിയിലേത്. സ്ഥലത്തെ നിലവിലുള്ള പാലത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഭാരമുള്ള വാഹനങ്ങളെ താങ്ങാനുള്ള ശേഷിയും പാലത്തിന് കുറവ്. ശേഷമാണ് പ്രദേശത്ത് മീറ്ററുകൾ വ്യത്യാസത്തിൽ പുതിയ പാലം നിർമ്മിച്ചത്. പക്ഷേ വലിയ തുക മുടക്കി പാലം നിർമ്മിച്ചതല്ലാതെ യാതൊരു ഉപകാരവും നാട്ടുകാർക്കുണ്ടായിട്ടില്ല. ഇപ്പോൾ പണി കഴിഞ്ഞിട്ടിപ്പം 1 വർഷമായി, 1 വർഷത്തിൽ കൂടുതലായി. സമരക്കാരുടെ ആവശ്യം എന്ന് വെച്ചാൽ പണി തീർത്ത് ഗതാഗതം ഉണ്ടാക്കണമെന്നുള്ളൊരിതായിരുന്നു. നല്ല പഴക്കമുണ്ട്. അതിപ്പം വണ്ടി പോകുമ്പോൾ ചെറുതായിട്ട് അനക്കം തുടങ്ങി. അനാസ്ഥയെന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് പറയാനും ഒക്കില്ല, ഉണ്ടെന്ന് പറയാനും ഒക്കില്ല. 2 സൈഡിലും സ്ഥലം, നിലവിൽ ഉള്ള സ്ഥലം ഇപ്പോൾ ഒരുപാട് പേര് സൈഡിനോട്ട് കയറ്റിയാണ് കെട്ടിയിട്ടുള്ളത്. വീതി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള വീതി കിട്ടും. ഇപ്പോൾ ഈ സൈഡിൽ നിന്ന് ഇറങ്ങുന്ന വീതിയാണ് ഇപ്പോൾ എടുക്കാനുള്ള കൂടുതലുള്ളത്. പാലത്തിന്റെ 2 വശത്തും സ്വകാര്യ വ്യക്തികളുടെ പുരയിടങ്ങളും സ്ഥലവുമാണ്. ഇനി അപ്രോച്ച് റോഡിനു വേണ്ടി സ്ഥലം കണ്ടെത്തണമെങ്കിൽ വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്. പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് അധികൃതർക്ക് മുൻധാരണയില്ലാത്തതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് ആരോപണം. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്, ഈ ആമേഴഞ്ചാൻ തോടിൻ്റെ ഈ പാലം എന്ന് പറയുന്നത് 2 വാർഡിനെ തമ്മിൽ ബന്ധിക്കുന്നതാണ്. ഒരു ഭാഗം കടകംപള്ളി വാർഡും ഒരു ഭാഗം അണമുഖം വാർഡും. ഈ വാർഡിലെ അണമുഖം വാർഡിൽ ശരിക്കും പറഞ്ഞാൽ സഞ്ചാര യോഗ്യമായ ഒരു വഴി തന്നെയുണ്ട്. പക്ഷേ അപ്പുറ സൈഡെന്ന് പറയുന്നത് അത് സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയാണ്. അപ്പോൾ ആ സ്ഥലത്തുള്ള വഴി, അതായത് ആ പാലത്തിൻ്റെ അങ്ങറ്റത്തിറങ്ങുമ്പോൾ ആ സ്ഥലത്തൂടെ ഉണ്ടാകുന്ന ഈ വഴി അതെങ്ങനെ കണ്ടെത്തും എന്നുള്ളത് ഒരു വലിയൊരു കടമ്പ തന്നെയാണ്. പശു വളർത്തൽ, അതൊക്കെ സാധാരണ കൃഷി ചെയ്താണ് ഇവിടെയുള്ള ആൾക്കാർ ദൈനംദിന കാര്യങ്ങൾ നടത്തി പോകുന്നത്. അവർക്ക് ഒരു വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. കോടികളെല്ലാം മറ്റുള്ള പെരേടക്കാരെ ഇടാൻ കൊടുത്താലല്ലേ ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടെന്ത് കാര്യം? അത് കൊടുത്താലല്ലേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പാലം ഗതാഗത യോഗ്യമായാൽ വലിയ വാഹനങ്ങൾക്ക് ഈ വഴി മറുഭാഗത്തെത്താൻ കഴിയും. അപകട ഭീഷണിയില്ലാതെ നാട്ടുകാർക്ക് പുതിയ പാലത്തിലൂടെ യാത്ര ചെയ്യാം. പാലത്തിനായുള്ള ഇറിഗേഷൻ വകുപ്പിന്റെ നിർമ്മാണാനുമതിയും രൂപരേഖയും മുതൽ അധികൃതരുടെ അനാസ്ഥയുണ്ടെന്നാണ് നിലവിലെ ആരോപണം. ഇത് 2ാമത് കെട്ടിയതാണ്. ആദ്യം കെട്ടിയത് താത്ത കെട്ടിയത്, പിന്നെ വെള്ളം കയറുമ്പോൾ പാലത്തിൻ്റെ വണ്ടേ കൂടിയാണ് വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷമാണ് ഇവിടെ മറ്റേ പാർട്ടിക്കാർ വന്നു, അവിടെ മേളിൽ ചാറിനൊക്കെ വന്നിരുന്നു എല്ലാവരും കൂടെ കൊടി വെച്ചാണ് പിന്നെ രണ്ടാമത് മേളിലോട്ട് 2ാമത് കെട്ടിയിട്ട് പിന്നെ അതിനുശേഷം പിന്നെ അവരാരും തിരിഞ്ഞു നോക്കിയില്ല. അതിപ്പോൾ ആ പാലം ഇനി എപ്പോഴാണോ ഇടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത് പെട്ടെന്ന് കിട്ടിയെങ്കിൽ പിന്നെ ഇത് നേരെ കറക്റ്റ് പിന്നെ വണ്ടയിൽ വെള്ളോടി മാത്രമേ നടക്കുള്ളൂ, അല്ലാതെ അതിന് ഒരു സൗകര്യം ഇത്രേ ഉള്ളൂ. എന്തായാലും ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച പാലമല്ലേ, അത് ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുന്നത് ഇവിടുത്തെ നാട്ടുകാർക്ക് വലിയ ഉപകാരമാകും. കൂടാതെ നമ്മൾ ഈ കാണുന്നത് പോലെ വലിയ ടൂറിസം സാധ്യതകളുള്ള പ്രദേശമാണ് ഉപയോഗശൂന്യമായി കിടക്കുന്നത് എന്ന് കൂടി ഓർക്കണം. ക്യാമറമാൻ സന്തോഷ് ചേകവരോടൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. പാലമായോ എന്ന് ചോദിച്ചാൽ പാലമായി, പക്ഷേ കാര്യമുണ്ടോയെന്ന് ചോദിച്ചാൽ കാര്യമില്ല. അതാണ് നെല്ലിക്കുഴിക്കാരുടെ അവസ്ഥ. ഏതായാലും ആ പാലം പണി തുടങ്ങിയപ്പോൾ അപ്രോച്ച് റോഡിനെ സംബന്ധിച്ച് ആലോചിക്കാതിരുന്ന ഉദ്യോഗസ്ഥരാണ് ഇതിലെ ഏറ്റവും വലിയ കുറ്റക്കാർ. അവരിനിയെങ്കിലും ആ വഴി കൂടി എത്തിച്ച് 2 അറ്റം തൊടാത്ത ആ പാലത്തിന് ഒരു കണക്ഷൻ ഉണ്ടാക്കട്ടെ.